ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഡോയ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബെർലിനിലെ ഡോങ് ഹ്യുവാൻ സെൻറ്ററിലാണ്. ഇതൊരു വിയറ്റ്നാമീസ് ഷോപ്പിംഗ് സെൻറ്ററാണ്. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ കൾച്ചറലായിട്ടുള്ള സ്റ്റോഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് നേരെ കയറി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു മാർക്കറ്റ് അല്ല വന്നപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഉദ്ദേശിച്ച മാർക്കറ്റ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു മാർക്കറ്റായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സോ അവിടെ ഒരു ഹാള് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലായിരിക്കുള്ളൂ ഷോപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോങ് ഹ്യുവാൻ സെൻറ്റർ ഹാളെ അഹ്റ്റെന്ന്, അതായത് ഹാൾ 8 എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് വി ബ്രിങ് യു ഏഷ്യ നിയർ എന്നുള്ളത്. സോ നമുക്ക് അകത്ത് കയറി നോക്കാം ബാക്കി എന്തൊക്കെ വിശേഷങ്ങളാണ് അകത്തുള്ളതെന്ന്. കമാൺ. അങ്ങനെ നമ്മളിത് ഈ മാർക്കറ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ നമ്മൾക്ക് അകത്ത് കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഏഷ്യൻ മാർക്കറ്റ് കാണാം, ഒരു സൂപ്പർ മാർക്കറ്റ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് സലൂൺ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ജെൻസിൻ്റെ ആണെന്നുള്ളത്. പിന്നെ നമുക്കെന്താ തൊട്ടപ്പുറത്തായിട്ട് നെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽസിൻ്റെ ഷോപ്പുണ്ട്. ഞാൻ നെയിൽ ചെയ്യാറില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ നമ്മളിത് ഏഷ്യൻ സ്റ്റോറിൽ കയറി. ഏഷ്യൻ സ്റ്റോറിൽ കയറിയപ്പോൾ കുറേ ചെമ്മീനുകളോട് ഇരിപ്പുണ്ട്. ചെറിയ ചെമ്മീൻ, വലിയ ചെമ്മീൻ, പല രീതിയിലുള്ള ചെമ്മീനുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് മേടിക്കാമായിരുന്നു, പക്ഷേ വീട്ടിലുണ്ട്, അതുകൊണ്ട് വെറുതെ എടുക്കണ്ടല്ലോ. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, വാഴക്കൊടപ്പൻ. സോ എനിക്കത്ര ഇഷ്ടമല്ല അത്. അങ്ങനെ പിന്നെ ഇവിടെ ധാരാളം ഫ്രഷ് വെജിറ്റബിൾസ് കാണുന്നുണ്ട്. നമ്മുടെ കൊറിയാണ്ടർ, മിഞ്ച്, അതുപോലെ തന്നെ ഈ പൊട്ടാറ്റോ തന്നെയില്ലേ, സ്വീറ്റ് പൊട്ടാറ്റോ, പല ടൈപ്പ് പൊട്ടാറ്റോസ് ഇവിടെ ഉണ്ട്. കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ളത്. സൂപ്പറാണ്. പിന്നെ തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലീസ്. ഇവിടെ ഗ്രീൻ ചില്ലി കിട്ടാനാണ് ബുദ്ധിമുട്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ തുർക്കിഷ് സ്റ്റോറിലാണ് നമ്മൾ ഈ നമ്മുടെ നാട്ടിലത്തെ ഗ്രീൻ ചില്ലി മേടിക്കാൻ പോകാറ്. സോ അതേ ഇവിടെ ഗ്രീൻ ചില്ലി ഉണ്ട്. 100 ഗ്രാമിന് 2.50 യൂറോയാണ്. പിന്നെ ഇതേന വെണ്ടക്ക, കുറേ സാധനങ്ങളുണ്ട്. ദേ ഇവിടെ കുറേ നമ്മൾ ധാരാളം റൈസ് നൂഡിൽസുകൾ കണ്ട്. റൈസ് നൂഡിൽസിൻ്റെ തന്നെ പല പല വെറൈറ്റികളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. റൈസ് പേപ്പറുകൾ, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പയർ പോലത്തെ ഐറ്റംസ്, അത് തന്നെ നമ്മുടെ പയർ, ചെറുപയറാണ് തോന്നുന്നു. കുറേ സാധനങ്ങൾ നമ്മൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഹാളിൽ കൂടുതലായിട്ടും നമ്മുടെ നെയിൽസ്, ടാറ്റൂസൊക്കെ കണ്ടത്. പിന്നെ കുറേ ബാഗിൻ്റെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. ചീപ്പാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചീപ്പാണ്, പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കണ അത്ര ക്വാളിറ്റി ഇവിടെ എനിക്ക് കുറവായിട്ട് തോന്നി. പക്ഷേ ചീപ്പാണ് സാധനങ്ങൾക്കെല്ലാം. കാര്യമുണ്ട്, നമ്മളിപ്പോൾ പുറത്തൊക്കെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് 15 യൂറോ ആണ്. ഏകദേശം നാട്ടിലൊരു 1500 ആ റേഞ്ച് വരും. പക്ഷേ ഇവിടെ ഹെയർ കട്ട് ഇപ്പം ഓൾമോസ്റ്റ് കണ്ട ഷോപ്പിലൊക്കെ 12 യൂറോസേ ഉള്ളൂ. പിന്നെ നല്ല രീതിയിൽ അവർ കട്ട് ചെയ്യുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഡ്രസ്സിന്റെ ക്വാളിറ്റി വൈസിൽ വ്യത്യാസമാണ്. ശരിയാണ്, എനിക്കും അത് ഫീൽ ചെയ്തായിരുന്നു. ആ ജാക്കറ്റിന്റെ ഷോറൂമിലേക്ക് കയറിയപ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്തു. 10 യൂറോസിനൊക്കെ ജാക്കറ്റ് ഒക്കെ കിട്ടും, പക്ഷേ തണുപ്പിനത് പ്രതിരോധിക്കുമോ എന്നുള്ളത് വളരെയധികം സംശയമാണ്. നമുക്ക് അല്ലാണ്ട് തന്നെ മേടിക്കുന്നത് നമുക്ക് ഇട്ടിട്ട് കൂടുതലും തണുപ്പ് തന്നെയുള്ളത്. അങ്ങനെ നമ്മളൊരു ടാറ്റു കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ടാറ്റു, പിയേഴ്സിങ്, അങ്ങനെ കുറേ സംഭവങ്ങൾ, നമുക്കറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും കുറേ ബാഗ് കടകളാണുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് വരണ വഴിക്ക് ഒരു
ബാഗ് കട കണ്ടു. അപ്പോൾ ഈ ബാഗ് കടയിലാണെങ്കിൽ എന്താ പുറത്ത് ഡിസ്കൗണ്ട് ആയിട്ടാന്ന് തോന്നുന്നു കുറേ ബാഗുകൾ ഇട്ടിട്ടുണ്ട്. അത് 3 യൂറോ 5 യൂറോ ഒക്കെയാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 300 യൂറോയുടെ ബാഗ്, 300 രൂപയുടെ ബാഗാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എടുത്താലോ എന്നാണ് ഞാനിപ്പോൾ എന്താ പറയുക ആലോചിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വെച്ച്? എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ട്. ഫൈനലി ഞാനൊരു സാധനം മേടിച്ചിരിക്കുകയാണ്. കണ്ടോ ഇതെങ്ങനെയുണ്ട്? ഈ സാധനം ഉരുട്ട് വേണോട്ട് ഇടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ തലയിൽ ഇത് വെച്ചേക്കുന്നോണ്ടാണ്. ഉണ്ട്. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ണാടി നോക്കാം. മിസ്റ്റർ അനീഷ്. പിന്നെയും കണ്ണാടി. ആ ഹാളിലത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ഹാൾ 6 പോവുകയാണ്. അപ്പോൾ നമുക്കിനി അകത്ത് കയറിയിട്ട് ഈ ഹാളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഇപ്പുറവും ഉണ്ട് കുറേ സംഭവങ്ങൾ, പിന്നെ ഇതിൻ്റെ അപ്പുറവും ഉണ്ട് വേറെ ഹാള്. ഓരോ സൈഡിലായിട്ട് ഈ ഒരു ഹാൾ ഡീൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെതർ ബാഗ് അതിന് മാത്രമുള്ള സെക്ഷനാണ് ഈ ഒരു ഹാൾ ഡീൽ വരുന്നത്. അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ലെതേഴ്സ് ബാഗുകൾ. ആ ഒരു ഹാളാണ് ഈ വരുന്നത്. ഇപ്പം നമ്മൾ ഹാൾ 6 പോവാം. ഹാൾ 6 പോയി നോക്കാം അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. നമ്മൾ ഹാൾ 6 അകത്തേക്ക് കയറി. എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ എന്താ ഈ ബാഗിൻ്റെ കുറേ ഷോപ്പുകൾ കണ്ടു. അതുപോലെ തന്നെ നെയിൽസുകളുടെ കുറേ ഷോപ്പുകളുണ്ട്. ബാഗ്, നെയിൽസ്, ഡ്രസ്സ്, ഈ മൂന്നിന്റെയും പല രീതിയിലുള്ള ഷോപ്പുകൾ. കോസ്മെറ്റിക്സ് ഐറ്റംസും ഒരുപാടുണ്ട്. ചൈനീസ്, വിയറ്റ്നാമീസ്, ഇന്ത്യൻ കോസ്മെറ്റിക്സുകൾ കിട്ടും. നമ്മുടെ കാലിഗ്രഫി, ക്രിസ്മസ് ആവാറായതുകൊണ്ട് ക്രിസ്മസിൻ്റെ കുറേ ഇത് കർട്ടൻസ് പോലത്തെ തോന്നുന്നുണ്ടല്ലേ? ഇതെന്താ എനിക്ക് സംഭവം? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കുറേ സഞ്ചികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ക്രിസ്മസിന്റെ അപ്പാനിയുടെ സഞ്ചികൾ, ടോട്ടി ബാഗ്സ്. അത് തന്നെ ബാഗ്സ് ഉണ്ട്. ഒരുപാട് ബാഗ്സ് ഡിസൈൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിതേ ഒരു ഡ്രസ്സ് കടയിലെത്തിയേക്കാണ്. ധാരാളം ഭംഗിയുള്ള ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. വിൻ്ററിൻ്റെയും അല്ലാത്തതായിട്ടുള്ള കാഷ്വൽ വെയേഴ്സ് ഒക്കെ ഉണ്ട്. ജർമ്മനിയിലെ ഒരു സംഭവമാണ് നമ്മളിങ്ങനെ സ്റ്റോളറിലിരുത്തി കുട്ടികളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ കുറവാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികൾക്കും നല്ല പ്രൊട്ടക്ഷനാണ്. ഇപ്പം അവർ നല്ല കരച്ചിലായിരുന്നു. ഇപ്പം അവരെ പയ്യെ പുറത്തോട്ട് കൊണ്ടുപോകണം പേരൻസ്. സോ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോർ തന്നെ നമ്മുടെ ഇഡ്ഡലിപ്പൊടി, ദോശപ്പൊടി ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിന് നമുക്ക് അരിപ്പൊടി കിട്ടി. പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ പത്തിരിയുടെ ഒരു പ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ടെമൂന്ന് ഒരു കുഞ്ഞി പ്രസ്സൊക്കെ മേടിച്ചു. സോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 1 kg 1.5 kg ഉണ്ട്. ഹാപ്പി. 4.99. നാട്ടിലെ ഏകദേശം ഒരു 500. അടുത്തൊരു ഇവിടെ ഒരു 1.5 കിലോ അരിപ്പൊടിക്ക്. പിന്നെ ഇവിടെ നമ്മൾ യൂറോയുടെ കണക്ക് നോക്കിയിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഒരു ക്രേവിങ്സിന് പത്തിരി കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇന്ത്യൻ സ്റ്റോറിലാണ് വരാറ് വാങ്ങിക്കാനായിട്ട്. പിന്നെ നമുക്കിത് ജർമ്മൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. പക്ഷെ കുറച്ചും കൂടെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തേക്കണം നമ്മുടെ ഇന്ത്യൻ റൈസ് പൗഡേഴ്സ് മേടിക്കുമ്പോഴാണ്. ഓക്കെ. സോ നമ്മൾ വെള്ളയപ്പപ്പൊടി തപ്പിയിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഇവിടെ എന്താണ് സ്പൈസസ് കിട്ടും. നമുക്കെന്താ നാട്ടിലത്തെ സ്പൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസ് അല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് സ്പൈസസ് ആണ് ഇവിടെ കിട്ടുക.
ഇന്ത്യൻ സ്റ്റോറിൽ പൊതുവേ ആയിട്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗരം മസാല അല്ല, നമ്മുടെ നോർത്തിൻ്റെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഗരം മസാലയാണ് കിട്ടുക, TRS കമ്പനിയുടെ. സോ നമ്മളിപ്പോഴും നമ്മുടെ ഒരു കറിയുടെ ടേസ്റ്റ് വരില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇല്ലാത്ത നേരത്ത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പൈസുകൾ, നമ്മുടെ സ്പൈസസ് ആയിട്ട് ഹോൾ സ്പൈസസ് ആയിട്ട് നമ്മുടെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കും. പക്ഷെ അത് പിന്നെ ഭയങ്കര പൈസയുമാണ്. ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനത്തെ സ്പൈസസ് മേടിക്കാൻ തന്നെയാണ് ലാഭം. നമ്മൾ ഈ TRS എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പൈസസ് ആണ് കൂടുതലും വരാറ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം. നമുക്ക് പപ്പടം മേടിക്കണം. പപ്പറ്റ് 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 ഗൈസ്, ഇത് വലിയൊരു വേൾഡ് തന്നെയാണ്. കാരണം ഇവിടെ ഒരുപാട് ഇതുപോലെ ഒരു 5-6 ഹാളുകൾ തന്നെയുണ്ട്. പക്ഷെ ഈ എല്ലാ 5-6 ഹാളുകളിലും മെയിനായിട്ടുള്ളത് ഈ ബാഗിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് ചെയ്യണതും ഹെയർ കട്ട് എല്ലാ സ്ഥലത്തും ഉള്ളത് സെയിം സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയാണെന്ന് തോന്നുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പുകളാണ് ഉള്ളത്. പക്ഷെ സാധനങ്ങൾ എല്ലായിടത്തും എല്ലാ ഹാളിലും. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ പറഞ്ഞോട്ട്. വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യേണ്ടവർക്ക് വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് ഈ ഒരു ഡോങ്ഷോ മാർക്കറ്റ്. ഒരുപാട് ആളുകളും ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ വിസിറ്റ് ചെയ്യുന്നൊരു മാർക്കറ്റാണത്. ബെർലിനിൽ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. നമ്മളിത് ഫസ്റ്റ് ടൈമായിട്ട് വിസിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഏഷ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ ജർമ്മൻസും ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൊളീഗ്, പുള്ളി ജർമ്മനാണ്. അപ്പോൾ ആളും വൈഫും ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓൾറെഡി ജർമ്മൻസും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാൾ സ്വയിലാണ് വന്നേക്കണ, ഹാൾ 2-ല്. ഈ ഒരു ഹാളിലും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. ഫുൾ ബ്യൂട്ടി സലൂണാണ്. മേക്കപ്പ്, നെയിൽസ് എല്ലാം വരുന്നുണ്ട് ഇവിടെ. ഫ്രഷ് വെജിറ്റബിൾസ് അവൈലബിൾ ആവുന്ന ഒരു സ്റ്റോറാണ്. തറയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ. ചില്ലി പെർ കിലോ 580. ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൈസാണ് ഹോട്ട് സ്റ്റൈൽ. കാരണം നോർമലി പെർ കിലോ 7 യൂറോസ്, 700 രൂപ അടുത്ത് വരും പച്ചമുളകിന്. പക്ഷെ ഇവിടെ ഒരു 580 രൂപ, 580 യൂറോ വരുന്നത് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസാണ്. നല്ല കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ കിട്ടുന്നുണ്ട്. അച്ചിങ്ങല്ല എനിക്കത്, അത് അച്ചിങ്ങ. പക്ഷെ അച്ചിങ്ങ ചീത്തായിട്ടുണ്ട്, അത് ഒടിഞ്ഞു മുറുകി കിടക്കുക. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മുടെ ഡോങ്ഷുവാൻ മാർക്കറ്റ് നമ്മൾ മൊത്തം കണ്ടു കഴിഞ്ഞു. ഇത് കുറേ ഹാളുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ഹാളുകളിലും ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നെയിൽസ് എല്ലാ ഹാളിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കട്ടിങ്, പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ, അല്ലാതെ നമ്മളെ മേക്കപ്പ് ഐറ്റംസ്, ബാക്കി വീട്ടിലേക്കുള്ള ഐറ്റംസ്, ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചീപ്പായിട്ടുള്ള ഐറ്റംസ്, നമുക്ക് റേറ്റ് നല്ല ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതാണ്. ബൈ, ചൂസ്.